ഗൈസ്, അപ്പോൾ ഞങ്ങൾ പെരുന്നാളായിട്ടൊരു ചെറിയ ട്രിപ്പ് പോകാൻ നമ്മുടെ റാബിയുണ്ട്, അമ്മായി, ഞങ്ങൾ അമ്മോശ മുമ്പിലത്തെ വണ്ടിയിലുണ്ട്, ബാക്കിൽ നമ്മുടെ അലിബായി യൂട്യൂബ് 3 വണ്ടി, പള്ളൂരിൻ്റെ വണ്ടി കാണാം. അങ്ങനെ ഞങ്ങൾ 4 വണ്ടിയായിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടുക്കാന്നല്ലേ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, വിദ്യാലോകം. പെരുമ്പിലാവാണ് സ്ഥലം വരുന്നത്. വിദ്യാലോകം നമുക്ക് ഉള്ളിൽ എന്താണ് കയറി നോക്കാം. ഇതാണ് നമ്മൾ വിദ്യാലോകം. അപ്പൊ ഇതാണ് നമ്മളെ ഫുൾ ഫാമിലി എല്ലാവരോട്. പെരുമ്പിലാവ് വിദ്യാലോകത്താണ്. ഇതിൻ്റെ ഉള്ളിൽ 1980 കാലഘട്ടത്തിൽ പഴയകാലത്തെ തിയേറ്റർ അവിടെ ബുക്ക് ചെയ്ത് നിന്നിരുന്ന് അതിലും പുതിയതാക്കി എടുത്തിട്ട് 3-4 മാസമായി തോന്നി. ഭയങ്കര രസകരമായ പഴയ കാലത്തെ നൊസ്റ്റുകളാണ്. അതെ, ഇവിടെ മഞ്ഞൊക്കെ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാഴ്ചകൾ കാണാം. പാസ് ഒന്നുമില്ല, ഫ്രീ പാസ്. ആ, വിദ്യാലോകത്ത് കയറുമ്പോൾ തന്നെ മഞ്ഞും കാടൊക്കെയാണ്. അല്ല, എങ്ങനെയുണ്ട് വിദ്യാലോകം? എങ്ങനെയുണ്ട്? വേടാ, അപ്പോൾ ഉള്ളിലേക്ക് പോയോക്കല്ലേ? ഫോട്ടോ എടുത്തോ? ഫോട്ടോ എടുത്ത് നോക്കുക. എങ്ങനെയുണ്ട് കാണാൻ? യെസ്, ഈ സ്ഥലത്താണ് പെരുമ്പിലാവ്. കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നാളിയാ? പെരുമ്പിലാവ് എങ്ങനെ പറയാൻ കേട്ട് വരാം. അതാണ് സെറ്റ് ആയിക്കണേ. പഴയ മോഡൽ ടീ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, ചായക്കട. അതിൻ്റെ ഉള്ളിൽ പഴയ സിനിമ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ കാലത്തെ ബിൽഡിങ്ങുകളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കണം. 1980 കാലഘട്ടങ്ങളിൽ കേട്ടോ. ഉണ്ടോ ആർട്സ് ക്ലബ്ബ്. ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഈ കാണുന്നതാണ്. എന്താ മനസ്സിലായോ? സൈന മൂവീസറ തിയേറ്റർ, പിന്നെ സ്റ്റോഴ്സ്, ഭാവന, പിന്നെ ഈ പഴയ കാലത്തെ തുടി ഉണ്ടോ, തുടി, കിണർ. ഇതാണ് ഹൈലൈറ്റ് തിയേറ്റർ, സൈന മൂവീസ്. മാക്കം സിനിമ കളിക്കുന്നത്. ടിക്കറ്റിന് എത്രയാണെന്ന് അറിയാം? ഫസ്റ്റ് ക്ലാസ് 350, സെക്കൻഡ് ക്ലാസ് 250, തേർഡ് ക്ലാസ് 150. ഒരു പഴയകാല 18 കാലഘട്ടം. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കാണാനൊക്കെ. വിദ്യാലോകം, മഹാഭാരതം. ഇത് പണ്ടത്തെ കാലത്ത് വിത്തക വെക്കൂലേ, ആ സംഭവങ്ങളാണ്. കുമ്പളങ്ങ കെട്ടി തൂക്കണമൊക്കെ നല്ല രസമാണ്. കിണറും തുടിയും. അല്ല, ഇത് ഓപ്പണായിട്ട് എത്ര ഇപ്പോൾ? എത്ര ആയിക്കണല്ലേ? എന്തായാലും വന്നാൽ നല്ല രസമാണ്. ഫ്രീ എൻട്രി അല്ലേ? അല്ല, അടിപൊളി. അപ്പോൾ നമ്മൾ വിദ്യാലോകത്തിൻ്റെ ഉള്ളിലാണ്. 1960 കാലഘട്ടങ്ങളിലെ സംഭവങ്ങളാണ് ഇതിൻ്റെ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ടിക്കറ്റ് ഫ്രീ ആണ്. പക്ഷെ ഭക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒക്കെ നോർമൽ സാധാ റേറ്റ്. ചായക്ക് 20, കോഫി 25, പിന്നെ ബിരിയാണി ഉണ്ട് 160. ഇരുന്ന് കഴിക്കാൻ അവിടെ ആൾ വന്ന് ഓർഡർ ചെയ്യും. അതൊക്കെയാണ് ഇതിൻ്റെ രസങ്ങൾ. ഇതാ ബാക്കിലുള്ള ഫുഡ് ഇങ്ങനെ എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ കയറുക. എന്നാൽ ഫുഡ് കഴിക്കാൻ കയറി. ഹെസൻ ഹോട്ടലിൽ നല്ല വെജിറ്റബിൾ ഉണ്ടോ? അവിടെ ഇരുന്നോ? അന്നയാടിക്കും വലിയ നെയ് റോസ്റ്റ് അടിക്കാം. കൂറ്റനാട് എസ് എൻ ഹോട്ടലിൽ നിന്നും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.